ഇനി നോക്കാം ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യൻ എയ്റോസ്പേസ് കമ്പനിയായ സർല ഏവിയേഷൻ്റെ ആദ്യ ഇലക്ട്രിക് എയർ ടാക്സി ഡെമോ വിമാനത്തിൻ്റെ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ആരംഭിച്ചു. SYL-X1 എന്ന ചെറിയ ഇലക്ട്രിക് വിമാനത്തിലാണ് പരീക്ഷണങ്ങൾ നടക്കുന്നത്. യാത്രാവേഗത്തിലും പരിസ്ഥിതി സൗഹൃദപരവും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ സാധ്യമാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. നഗരങ്ങളിലെ വ്യോമയാത്ര ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് സർല ഏവിയേഷൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ പൈലറ്റായ സർല തുക്രാളിന്റെ പേരിലാണ് കമ്പനിക്ക് പേര് നൽകിയിരിക്കുന്നത്. നഗരത്തിനുള്ളിലും നഗരങ്ങൾക്കിടയിലുമായി യാത്രാവേഗത്തിലും പരിസ്ഥിതി സൗഹൃദപരവും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ സാധ്യമാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. 2023 ആരംഭിച്ച കമ്പനിയുടെ പ്രധാന പദ്ധതിയാണ് 6 സീറ്റുള്ള ഇലക്ട്രിക് ഫ്ലൈയിങ് ടാക്സി. ബംഗളൂരു, മുംബൈ, ഡൽഹി, പൂനെ തുടങ്ങി തിരക്കേറിയ നഗരങ്ങളിലെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്നതിനാണ് ഈ എയർ ടാക്സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള ക്യാബ് ബുക്കിംഗ് ആപ്പുകൾ പോലെ വിമാനയാത്രയും എളുപ്പമാക്കാനാണ് കമ്പനിയുടെ ശ്രമം. 7.5 മീറ്റർ ചിറകുള്ള SYL-X1 ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയതും നൂതനവുമായ സ്വകാര്യ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് പരീക്ഷണ വിമാനങ്ങളിലൊന്നാണ്. ഏകദേശം 9 മാസത്തിനുള്ളിലാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. ആഗോളതലത്തിലെ സമാന പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ചെലവിലാണ് ഇത് നടപ്പിലാക്കിയെന്നും കമ്പനി പറയുന്നു. ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ആരംഭിച്ചതോടെ സർല ഏവിയേഷന്റെ എയർ ടാക്സി പദ്ധതി നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിമാനത്തിന്റെ എഞ്ചിൻ സംവിധാനങ്ങൾ, ശക്തി, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനായാണ് നിലവിലെ പരീക്ഷണങ്ങൾ. ഭാവിയിൽ 15 മീറ്റർ ചെറുകുള്ള വലിയ എയർ ടാക്സി വികസിപ്പിക്കുന്നതിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഈ ഘട്ടം. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ഈ വിമാനം അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 200 മെഗാപിക്സൽ ക്യാമറ അടക്കമുള്ള ശക്തമായ ഫീച്ചറുകളുമായി റിയൽമിയുടെ പുതിയ പ്രീമിയം സ്മാർട്ട് ഫോണുകളായ റിയൽമി 16 Pro, റിയൽമി 16 Pro Plus മോഡലുകൾ എത്തുന്നു. ജനുവരി 6-നാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. റിയൽമി 16 Pro സീരീസിലെ ടോപ്പ് മോഡലായ റിയൽമി 60 Pro Plus മോഡലിന്റെ വിലയാണ് പ്രധാനമായും ലീക്കായിരിക്കുന്നത്. ഈ മോഡലിന് 44,999 രൂപയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 512 GB സ്റ്റോറേജ് ഉള്ള റിയൽമി 60 Pro Plus മോഡലിന്റെ ബോക്സ് ചിത്രം ഉൾപ്പെടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. സാധാരണയായി ബോക്സിൽ രേഖപ്പെടുത്തിയ MRPയേക്കാൾ കുറഞ്ഞ വിലയിലാണ് ഫോണുകൾ വിപണിയിലെത്താറുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 41,999 രൂപയ്ക്ക് ഈ മോഡൽ അവതരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഈ സീരീസിലെ മറ്റൊരു മോഡലായ റിയൽമി 60 Proയുടെ വിലയും ലീക്കായിട്ടുണ്ട്. റിയൽമി 16 Pro മോഡൽ 25,000 മുതൽ 30,000 രൂപ വരെ വിലയുള്ള ശ്രേണിയിലായിരിക്കും അവതരിപ്പിക്കുക. ഇതിന്റെ അടിസ്ഥാന പതിപ്പ് 128 GB സ്റ്റോറേജോടെയായിരിക്കും എത്തുകയെന്നാണ് സൂചന. റിയൽമി 16 Pro മോഡൽ ഓർക്കിഡ് പർപ്പിൾ, മാസ്റ്റർ ഗോൾഡ്, പെബിൾ ഗ്രേ എന്നീ നിറങ്ങളിലായിരിക്കും ലഭിക്കുക. അതേസമയം റിയൽമി 16 Pro Plus മോഡൽ മാസ്റ്റർ ഗ്രേ, കാമേലിയ പിങ്ക്, മാസ്റ്റർ ഗോൾഡ് എന്നീ കളർ ഓപ്ഷനുകളിലായിരിക്കും ഇന്ത്യൻ വിപണിയിൽ എത്തുകയെന്ന് കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 16 Pro സീരീസിലെ 2 സ്മാർട്ട് ഫോണുകളിലും 200 മെഗാപിക്സൽ ക്യാമറ ഉണ്ടാകുമെന്ന് റിയൽമി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 4 പ്രോസസർ ഉണ്ടാകാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജർമ്മൻ വാഹന നിർമ്മാതാക്കളായ BMW മോട്ടോർ സൈക്കിളുകൾ വാങ്ങാൻ പുതുവർഷത്തിൽ കൂടുതൽ തുക നൽകേണ്ടി വരും. 2026 ജനുവരി മുതൽ BMW മോട്ടോറാഡ് ഇന്ത്യ മോട്ടോർ സൈക്കിളുകളുടെ വില 6% ഉയർത്തുമെന്നാണ് പ്രഖ്യാപിച്ചത്. മോഡലുകൾ അനുസരിച്ച് 6% വരെ വില വർധനയാണ് BMW മോട്ടോറാഡ് ഇന്ത്യ നടപ്പാക്കുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മോഡലുകൾക്കും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്രീമിയം മോട്ടോർ സൈക്കിളുകൾക്കും വില വർധന ബാധകമാകും. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ജനപ്രിയ മോഡലുകളായ BMW G310 RR, ഇലക്ട്രിക് മോഡലായ BMW CE 02 എന്നിവയ്ക്കും വില ഉയരും. എൻട്രി ലെവൽ പ്രീമിയം വിഭാഗത്തിൽ BMWവിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ഈ മോഡലുകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയം ഇറക്കുമതി ചെയ്യുന്ന പ്രീമിയം വിഭാഗത്തിൽ വിലവർധന ബാധിക്കുന്ന മോഡലുകളിൽ BMW F900 GS, F900 GSA, BMW R1300 GS, BMW C400 GT, ഇലക്ട്രിക് മോഡലായ BMW CE 04 എന്നിവയും ഉൾപ്പെടും. മോഡൽ തിരിച്ചുള്ള കൃത്യമായ വില പരിഷ്കരണങ്ങൾ ഇതുവരെ കമ്പനി പ്രഖ്യാപിച്ചിട്ടില്ല. മോട്ടോർ സൈക്കിളിന്റെ വിഭാഗവും പ്രാദേശികവൽക്കരണത്തിന്റെ തോതുമനുസരിച്ച് വിലവർധനയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. BMW മോട്ടോറാഡ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് നിലവിൽ കമ്പനിയുടെ മോട്ടോർ സൈക്കിളുകളുടെ വില 2.81 ലക്ഷം രൂപ മുതൽ 48.63 ലക്ഷം രൂപ വരെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.